ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഷമാം ഫ്രൂട്ട് അഥവാ മസ്ക് മെലോൺ എന്ന് പറയുന്ന ഫ്രൂട്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, അത് എങ്ങനെയൊക്കെ കഴിക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ്. ഇതിനകത്ത് ധാരാളമായി വൈറ്റമിൻസ് ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് ബീറ്റ കരോട്ടിൻസ് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ വൈറ്റമിൻ എ ഓർ റെറ്റിനോളായി മാറുകയും ഐസൈറ്റിനെ വർദ്ധിപ്പിച്ച് ഐ മസിലുകൾക്ക് ബലം കൊടുത്ത് നമ്മുടെ കാറ്ററാക്ട് തിമിരത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ സ്കിൻ ഹെൽത്തിനെ വർദ്ധിപ്പിക്കുന്നത് വൈറ്റമിൻസിന്റെ കലവറയാണ്, അതായത് എ സി. അതിനോടൊപ്പം ഇത് സ്കിൻ ഹെൽത്തിനെ വർദ്ധിപ്പിക്കുന്നു, അതായത് ഇതിനകത്ത് റിച്ച് ആയിട്ട് കൊളാജൻ ഉണ്ട്, അതിന്റെ കൂടി വൈറ്റമിൻ എ, സി, മിനറൽസ് എന്നിവയുണ്ട്. ഈ വൈറ്റമിൻസ് എല്ലാം ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിച്ച് ഓക്സിഡേഷൻ തടഞ്ഞു അതിന് ഫ്രീ റാഡിക്കൽസ്, ഓക്സിഡേഷൻ വഴി ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ തടഞ്ഞ് ഫൈൻ ലൈൻസും പിഗ്മെന്റേഷനും റിങ്കിൾസും ആന്റി ഏജിങ് പ്രോപ്പർട്ടിയും എല്ലാം കൊടുത്ത് ഇത് റിങ്കിൾസ് എല്ലാം തടഞ്ഞ് നമ്മുടെ നല്ല സ്കിന്ന് റേഡിയന്റ് ആയിട്ടും ലൈൻ ഒന്നും ഇല്ലാതെ നല്ല സ്കിന്നായിട്ട് മാറുന്നതിനും, അതുപോലെ കൊളാജൻ കൂടുതലായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഫേം ആയിട്ടിരിക്കാനും സാഗിങ് ഒക്കെ തടഞ്ഞ് നല്ല 10 വയസ്സെങ്കിലും കുറവായിട്ട് യൂത്ത് ആയിട്ടിരിക്കാനും നമ്മുടെ സ്കിന്നിനെ ഇത് സഹായിക്കുന്നു. അതിനോടൊപ്പം ഇതിനകത്ത് പൊട്ടാഷ്യം കൂടുതലുള്ളത് കൊണ്ട് പൊട്ടാഷ്യം ബോഡിയിലോട്ട് എത്തുമ്പോൾ സോഡിയത്തിനെ കൂടുതലായി യൂറിൻ വഴി പുറന്തള്ളുകയും അങ്ങനെ സ്കിന്ന് ബ്ലഡ് വെസൽസിനെ വികസിപ്പിച്ച് സ്മൂത്തർ ആയിട്ട് ബ്ലഡ് പോകാൻ സഹായിച്ച് അങ്ങനെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അതിനോടൊപ്പം ഇതിനകത്ത് കൂടുതലായിട്ട് ഫൈബറും വാട്ടർ കണ്ടന്റും കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷനെ ലാക്സേറ്റീവ് ആയിട്ട് പ്രവർത്തിച്ച് കോൺസ്റ്റിപ്പേഷനെ തടയുന്നു. അതിനോടൊപ്പം ഈ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ സ്കിൻ എപ്പോഴും ഡീഹൈഡ്രേഷൻ തടഞ്ഞ് സ്കിൻ മോയ്സ്ചർ ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. അതിനോടൊപ്പം ഇതിനകത്ത് കൂടുതലായിട്ട് അഡിനോസിൻ കണ്ടന്റ് ഉണ്ട്. ഈ അഡിനോസിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് തിന്നിങ് ഏജന്റ് ആണ്. അത് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്ത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നതിനെ തടഞ്ഞ് ഹാർട്ട് ഹെൽത്തിന് കൂടുതൽ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നു. അതിനോടൊപ്പം ഇതിനകത്ത് ഓക്സിക്കൈൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ ഓക്സിക്കൈൻ ഡയൂറിറ്റിക് ആക്ഷൻ കൊടുക്കുന്നു, അതായത് കിഡ്നിയുടെ നെഫ്രോൺസിന് ഈസി ആയിട്ട് ജോലിഭാരം കുറച്ചിട്ട് ഇത് ഈസി ആയിട്ട് ഡയൂറിറ്റിക് ആക്ഷൻ കൊടുത്തിട്ട് യൂറിൻ കൂടുതലായിട്ട് പുറന്തള്ളുകയും നമ്മുടെ ബോഡിയിൽ എഡീമ ഒന്നും ഉണ്ടാകാതെ, അതായത് വാട്ടർ റിട്ടൻഷൻ ഒന്നും കൂടാതെ സോഡിയത്തിനെയും വാട്ടറിനെയും ഒക്കെ കൂടുതലായി പുറന്തള്ളി നമ്മുടെ നെഫ്രോൺസിനെ സഹായിക്കുന്നു. അങ്ങനെ കിഡ്നിക്ക് ജോലിഭാരം കുറച്ച് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. ഇതിനുള്ളിൽ വൈറ്റമിൻ എ കൂടുതലായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ സ്കാൽപ്പിൽ ഇതിന്റെ സമൂലം, ഇതിന്റെ സ്കിന്നും ഇതിന്റെ പൾപ്പും അതിനോടൊപ്പം ആ കുരുവും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ തലയുടെ സ്കാൽപ്പിൽ നല്ലോണം അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ വൈറ്റമിൻസ് എ അങ്ങോട്ട് പ്രവർത്തിച്ച് ഈ സെബേഷ്യസ് പ്ലാന്റിൽ നിന്ന് സീബം പുറത്തു വരും. ഈ സീബം പുറത്തു വരുന്നത് നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിനെ വർദ്ധിപ്പിക്കും. അങ്ങനെ ലസ്ട്രസ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഹെയറിനെ നമുക്ക് സ്വന്തമാക്കാം. അതിനോടൊപ്പം നമുക്ക് ഇത് ലോ കലോറിയാണ്. ഇതിന് ഈ ഫ്രൂട്ടിന് ലോ കലോറിയും റിച്ച് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റും ഫൈബർ കണ്ടന്റും ഉണ്ട്. അപ്പൊ നമ്മുടെ വിശപ്പിനെ കുറിച്ച് നമുക്ക് വെയിറ്റ് മാനേജ്മെന്റിനും സഹായിക്കുന്നു. അതിനോടൊപ്പം നമ്മൾക്ക് ഓസ്റ്റിയോപോറോസിസ്, ടീത്തിന്റെയും ബോണിന്റെ ഒക്കെ ഹെൽത്ത് വർദ്ധിപ്പിച്ച് നമുക്ക് ഓസ്റ്റിയോപോറോസിസിൽ നിന്ന് ടീത്ത് ഡീക്കെ എന്ന് വെച്ചാൽ ഈ പല്ലൊക്കെ കേടാകുന്ന ടൂത്ത് ഡീക്കയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നു. റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ എയും സിയും ഉണ്ട്. ഇത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിനെ കൂടുതലായി സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് കൂടുതലായിട്ട് ആന്റിബോഡീസിനെ ഉണ്ടാക്കി റെസിസ്റ്റൻസ് പവർ കൂട്ടി ഇമ്മ്യൂണിറ്റി കൂട്ടി നമ്മളെ ഡിഫറെന്റ് ഡിസീസിൽ നിന്നും രക്ഷിക്കുന്നു. അതിനോടൊപ്പം ഇതിനകത്ത് പൊട്ടാഷ്യം കൂടുതലായതുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സിനെ കുറച്ച് നമുക്ക് എപ്പോഴും മൈൻഡ് കൂളായിട്ടിരിക്കാനും കാമായിട്ടിരിക്കാനും നമ്മളെ സഹായിക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഈ ഷമാം ഫ്രൂട്ട് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇത് ഷെയ്ക്ക് ആയിട്ടും ജ്യൂസ് ആയിട്ടും അതിനോടൊപ്പം ഐസ്ക്രീം ആയിട്ടും ഒക്കെ നമുക്ക്, ഇതാണ് ഷമാം ഫ്രൂട്ട്. ഇത് ഐസ്ക്രീം ആയിട്ടൊക്കെ കഴിക്കാം, ജ്യൂസ് ആയിട്ട് കഴിക്കാം. അതിനോടൊപ്പം ഈ പാലും അതിനോടൊപ്പം വാനില എസൻസും കൂടെ ചേർത്താൽ മതി. മധുരം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒത്തിരി മധുരം ആവശ്യമുള്ളവര് തേൻ വല്ലതും ചേർത്താൽ മതി. നല്ലതാണ്, ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫേഷ്യലിന് നമ്മുടെ മുഖത്തൊക്കെ ഫേഷ്യൽ ചെയ്യാൻ ഇത് സമൂലം അരച്ച് പേസ്റ്റ് ആക്കി നമ്മുടെ മുഖത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. നല്ലവണ്ണം വ്യത്യാസം വരും. ഒത്തിരി നല്ലതാണ്, ഉപയോഗിക്കുക. അതിന്റെ അത്ഭുത ഗുണങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക. ഇത് ഷമാമിന്റെ ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഷെയ്ക്കായിട്ട് ഉണ്ടാക്കാം, ഐസ്ക്രീമായിട്ട് ഉപയോഗിക്കാം. ഇത്
നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.